ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഇന്നു നിന്റെ വീട്ടില് കല്യാണ അലങ്കാരോ, ഇന്നെൻ്റെ വീട്ടില് കണ്ണീരാണ്ടി. കാണും ചുമരിന്മേൽ ചിത്രം വരച്ചാലോ, പുതുമഴ പെയ്യുമ്പോൾ ചിത്രം മായും. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിനെ കിട്ടില്ല, കൂടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഈ ശബ്ദം നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടോ? ഈ പാട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? അതെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അനശ്വരനായ ശ്രീ കലാഭവൻ മണി. അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രനായ സജിത്ത് മാമ്പ്ര, അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ അതിഥിയായിത്തീരിക്കുന്നത്. വെൽക്കം സജിത്ത്. നമസ്കാരം. മഴയത്തും വെയിലത്തും പോവരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. കലാഭവൻ മണിയുടെ സഹോദരിയുടെ മകനാണ് അല്ലേ സജിത്ത്? അത് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് സജിത്ത് മാമ്പ്ര എന്നാണ്. ഒരു എളിയ നാടൻപാട്ട് കലാകാരനാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എന്താ പറയുക, അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ നമുക്ക് വാക്കുകളില്ല. മലയാളത്തിന് തന്നെ ഏറ്റവും സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ശ്രീ കലാഭവൻ മണിയുടെ സഹോദരിയുടെ മകനാണ്. 4ാമത്തെ പെങ്ങളായ ശാന്തിയുടെ ഇളയ മകനാണ് ഞാൻ. മുമ്പായി കൊച്ചാണ്ട് പാണം കത്തണുമാ, വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ, മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. കൊച്ചു കുഞ്ഞിൻ്റെ അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി. കൊച്ചിയിലെ കൊച്ചലയിൽ തോണി മുങ്ങിപ്പോയി. കണ്ടിരുന്ന ചെമ്പരുന്ത് റാഞ്ചി കൊണ്ടുപോയി. തെക്കൊരു തൈമണലിൽ കൊണ്ടു ചെന്നു വെച്ചേ. സൈത്ത് പാടുമ്പോൾ ശരിക്കും മണിച്ചേട്ടൻ വന്നിരുന്ന് പാടുന്നത് പോലെ തന്നെയാണ്. അത്രയ്ക്കും സാമ്യമാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദവുമായിട്ടുള്ളത്. സജിത്തിനല്ലാതെ വേറെ വീട്ടിൽ ആർക്കെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ശബ്ദം കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരും പാട്ട് പാടുന്ന ആളുകളാണ്. അല്ല, ശബ്ദത്തിൻ്റെ സാമ്യം എന്ന് വെച്ചാൽ കണ്ണമാവന്, ഇളയ മാമന്, ആർ.വി. രാമകൃഷ്ണൻ ഇതേ എന്നെക്കാളും നല്ല രീതിയിൽ മാമൻ്റെ അതേ മോഡുലേഷനോടുകൂടി പാടുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം കൂടുതൽ നൃത്തത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നന്നായിട്ട് പാടും. പിന്നെ പ്രവീൺ എന്ന് പറഞ്ഞ നന്നായിട്ട് പാട്ട് പാടും. അങ്ങനെ എല്ലാവരും, രാജേഷേട്ടൻ എന്ന് പറഞ്ഞ എല്ലാവരും കലാകാരന്മാരാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഭയങ്കര രസമായിരിക്കും അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരും കൂടുന്ന സമയത്ത് നമ്മളൊരു മരം എന്ന് പറഞ്ഞൊരു വാദ്യോപകരണമുണ്ട് നമുക്ക് കൊട്ടിപ്പാടുന്നത്. അത് കൊണ്ടുവന്ന് വന്നിട്ട് വീട്ടിൽ ചിലപ്പോൾ രാത്രി 10 മണിയായി മാമ വന്നു കഴിഞ്ഞാൽ വെളുപ്പിന് ഇരുന്ന് പാട്ട് പാടാറുണ്ട്. എല്ലാവരും കൂടിയിട്ട്, അമ്മമാരുണ്ടാവും, എല്ലാവരും കൂടിയിട്ട്, മണിമാൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഒക്കെ കൂടിയിട്ട് അവിടെ വീട്ടിൽ പാട്ടും ബഹളും ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു ഇത് തന്നെയാണ്. ചേട്ടനെ കുറിച്ച് പറയുമ്പോഴേ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം സിനിമാ നടനായതിനു ശേഷവും നാട്ടുകാരുമായിട്ടും എല്ലാം സാധാരണ മുൻപ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ജീവിച്ച ഒരാളാണ്. ഈ നാട്ടിലെ ആളുകളുമായിട്ടും അവിടുത്തെ ആഘോഷങ്ങളായിട്ടൊക്കെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പങ്കെടുത്തിരുന്നോ?
അത് പറയാൻ പറ്റില്ല. കാരണം ഈ പ്രേക്ഷകരായിട്ടാണ് രക്ഷപ്പെട്ടെന്നുള്ളൊരു മനസ്സ് മണിമാലിലുണ്ടായിരുന്നു. പ്രേക്ഷകരാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, അല്ലെങ്കിൽ നാട്ടുകാരിലൂടെയാണ് ഞാൻ എൻ്റെ കഴിവ് കാണിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിയെന്നുള്ളൊരു നാട്ടുകാരോടൊരു പ്രതിബദ്ധത തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടെ ആള് ഇപ്പം ചാലക്കുടി പള്ളി പെരുന്നാളിന് അവിടെ പരിപാടി നടത്തിയിട്ടുണ്ട്. കണ്ണമ്പഴമ്പലത്തിൽ ഉത്സവത്തിന് അവിടെ പരിപാടി എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ആള് അദ്ദേഹത്തിന് സിനിമയിൽ വന്നതിന് ശേഷം പിന്നെ അവിടുത്തെ ഒരു യൂണിറ്റിൻ്റെ അമ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്ന മണിമാനായിരുന്നു. പരിപാടികളൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. അത് അങ്ങോട്ട് ചെന്ന് പറയും, ഞാൻ ഈ തവണ ഇത് ചെയ്യാട്ടോ എന്ന് പറഞ്ഞിട്ട്. കാരണം ആളുകളോടും ആ പരിസരവാസികളിൽ അത്രയും പ്രതിബദ്ധത മണിമാനുണ്ടായിരുന്നു. പിന്നെ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ആൾ അദ്ദേഹത്തിന് പുറത്തൊക്കെ പോകുമ്പോൾ ഈ കോന്നി ഫെസ്റ്റ് അങ്ങനത്തെ പരിപാടി പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ചാലക്കുടിയിൽ എന്തുകൊണ്ടൊരു ഫെസ്റ്റ് ഇല്ല എന്നുള്ളത് മുനിസിപ്പാലിറ്റി ആയിട്ട് സംസാരിച്ച് ആദ്യമായിട്ട് ചാലക്കുടി ഫെസ്റ്റ് എന്ന് എഴുതി വലിയൊരു പ്രോഗ്രാം ഇപ്പം നമ്മുടെ ദിലീപേണ്ണൊക്കെ കൊണ്ടുവന്ന് വന്ന് ചെയ്യിച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ ചാലക്കുടിക്ക് ഒരു പീലിക്കുട എന്ന് പറഞ്ഞിട്ട് ആൾ ഫസ്റ്റ് അത് തുടങ്ങി വെച്ചാൽ പിന്നെ അതിന് ശേഷം മുനിസിപ്പാലിറ്റിക്കൊന്നും അത് ചെയ്യാൻ പറ്റിയില്ല, വരുന്ന ഭരണസമിതിക്കൊന്നും. പക്ഷെ അദ്ദേഹത്തിന് അത്രയും ആഗ്രഹമായിരുന്നു. പിന്നെ വരുന്ന ഈ ക്ലബ്ബ് പോലത്തുള്ള എന്തെങ്കിലും ഈ അവിടേക്ക് ഒന്ന് അപേക്ഷിച്ച് ഓണക്കിളി ഓണത്തിനോടനുബന്ധിച്ച് ഇതൊക്കെ വരുന്ന സമയത്തൊക്കെ അവരൊക്കെ അത്തരത്തിൽ നല്ല രീതിയിൽ തന്നെ എല്ലാ സഹായങ്ങളും ചെയ്യാറുണ്ട് അദ്ദേഹം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫാമിലിയൊക്കെ കൂടുമ്പോൾ മണിച്ചേട്ടൻ സാധാരണയായിട്ട് പാടാറുള്ള ഏതെങ്കിലും ഒരു പാട്ട് പാടാം? മണിമാൻ പാടാറുള്ള പാട്ട് ചാലക്കുടി ചന്ത അത് പാടാറുണ്ട്. എന്നാൽ അതൊരു നല്ലൊരു പാടിയാലോ? പാട്ടൊക്കെ പാട്ടുണ്ട്. ചാലക്കുടി ചന്ത പാടാം. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലികാരി മീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടേലി നെയ്യുള്ള പിടക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലികാരി മീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടേലി നെയ്യുള്ള പിടക്കണ മീനാണേ. മീനും കൊണ്ടഞ്ചാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ടഞ്ചാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ഈ പാട്ടൊന്നും ഇങ്ങനെ ഇരുന്ന് പാടുന്നല്ല, പാടുന്ന സ്റ്റേജില് പാടിയാലാണ് അതിൻ്റെ ഒരു എന്താ പറയാ ഒരു സ്റ്റേജില് കൂടുതലും മണിച്ചേട്ടന്റെ പാട്ടുകൾ തന്നെയല്ലേ പാടാറുള്ളത്? മാമന്റെ പാട്ട് മാത്രം പാടാറുള്ളൂ. അപ്പോൾ ആളുകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? എന്താ പറയാ, മണിമാവനെ കാണുന്നതോടെ ചിലവര് വന്ന് നമ്മൾ വന്ന് കാണുന്നത് ആ സ്നേഹത്തിന് സംസാരിക്കുന്നൊക്കെ. നമ്മൾ ഈ കാസർഗോഡൊക്കെ പരിപാടിക്ക് പോയി അതോടെ തിരുവനന്തപുരത്തിനൊക്കെ പ്രോഗ്രാമിന് പോയപ്പോൾ ഓരോരുത്തർ വന്ന് കാണുന്നത്. ഒരു ചേച്ചി എനിക്ക് ഉണ്ടായൊരു ഓർമ്മ, എൻ്റെ കാലിലൊന്ന് വീണു. ഒരു ചേച്ചി വന്ന് എൻ്റെ കാലിലൊന്ന് വീണിട്ട് മോനെ മണിച്ചേട്ടൻ പാടുന്ന പോലെ നമുക്കൊരു തോന്നി എന്ന് പറഞ്ഞിട്ട് കാലിൽ അയ്യോ ചേച്ചി അങ്ങനെ പറയരുത്, എൻ്റെ കാലിലൊന്നും വീണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഭയങ്കര എനിക്ക് ആ സമയത്ത് എനിക്ക് കരച്ചിലൊന്നും ഭയങ്കര വികാരഭരിതനായിട്ടുള്ളതെന്നാണ് സത്യം. മാമനെ ഓരോരുത്തർ കാണുന്നത് പല വിധത്തിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അതൊക്കെ അത്രയും ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുണ്ടെന്നുള്ളത് പല വിധത്തിൽ. അച്ഛനായിട്ട് അങ്ങനെ ഭയങ്കര പറയാൻ പറ്റില്ല അദ്ദേഹത്തിനെ കാണുന്നത്. അങ്ങനെ ഒരു കലാകാരൻ ഇന്ന് ലോകത്തിലുണ്ടോ എന്ന് സംശയം തന്നെ. ഒരുപാട് മനുഷ്യരെ സഹായിക്കുമായിരുന്നു. മണിമാൻ മരിച്ചിട്ട് 6 മാസ കാലഘട്ടം നമ്മൾ വേറെ ജോലിക്കൊന്നും കാര്യത്തിനൊന്നും പോയിട്ടുണ്ടായില്ല, അവിടെ തന്നെയായിരുന്നു. പലരും പല വിധത്തിലൊന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് നമ്മളെ കണ്ട് നേരിട്ട് പറഞ്ഞ എൻ്റെ മക്കൾ ഇതുപോലെ സഹായിച്ചിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ സഹായിച്ചിട്ടുണ്ട്, പുറത്ത് പറയാത്ത രീതിയിൽ കുറേ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. കലാഭവൻ കുറിച്ച് പറയുമ്പോൾ പാട്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചിരി വളരെ ഫേമസ് ആണ് അല്ലേ? നിങ്ങൾക്കും ആ ഒരു ചിരി എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? സജിത്തിനെ കാണുമ്പോഴൊക്കെ നല്ല ചിരിച്ചിട്ട് നമ്മൾ സത്യം പറഞ്ഞ മണിമാനെ അനുകരിക്കാറില്ല. സത്യം പറഞ്ഞാൽ അത് എന്താ പറയുക, ഞാൻ അനുകരണം നമുക്ക് വശമില്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ മണിമാനെ അനുകരിക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. ഒരിക്കലും അദ്ദേഹത്തിനെ അനുകരിക്കാൻ വേണ്ടി നമുക്ക് ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം കലാഭവൻ മരിച്ച ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അവതരിപ്പിക്കുന്ന ഒരു സ്റ്റേജെങ്കിലും ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല അല്ലേ? എന്തൊരു പരിപാടിയിലും ഒരു പാട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടാകും. അങ്ങനെ ഈ അടുത്ത് വന്ന വാഴ 2 സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു. ആ
ആ പാട്ടൊന്ന് പാടാമോ ഒരു രണ്ടുപേര്? തീർച്ചയായും. ആ പാട്ടെന്നൊക്കെ വെച്ചാൽ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നൊരു നോൺ സ്റ്റോപ്പായിട്ടുള്ള എല്ലാവർക്കും അറിയാം, നോൺ സ്റ്റോപ്പായിട്ടൊരു പാട്ടുണ്ടായിരുന്നു. ഉവ്വ്. അപ്പോൾ ഈ ദളീർ മഹിന്ദിയുടെ ആ സമയത്തുള്ള പാട്ടുകൾ ഫേമസ് ആയിരുന്നല്ലോ. അപ്പോൾ അതുപോലൊരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചൊരു പാട്ടാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി. എല്ലാ പാട്ടുകളും, കാരണം ആ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന കാസറ്റിലെ പാട്ടുകൾ വെച്ച് കേൾക്കാത്ത ആളുകളില്ല. നമ്മളെന്തെങ്കിലും ടൂറിന് പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടികൾ പ്രോഗ്രാമിന് പോകുന്നു, നമ്മൾ ഈ മറ്റുള്ള എന്ത് പരിപാടിക്ക് പോയാലും ആ പാട്ട് വെക്കാത്ത കേരളത്തിൽ ആരും ഉണ്ടാവില്ല. ഇപ്പോൾ കല്യാണക്കുടിക്കൊക്കെ പോകുമ്പോൾ ആ പാട്ട് വെച്ചിട്ടാണ് ഫുൾ ടൈം ഡാൻസ് കളിച്ചിട്ട് പോണത്. അപ്പോൾ അതിലൊരു പാട്ടാണ് ഈ വാഴ 2-ലെ ഈ പാട്ട് അവർ വീണ്ടും എടുത്ത് അത്രയും ജനകീയമാക്കി വീണ്ടും. അപ്പോൾ അതിലൊരു പാട്ടാണ് കൊച്ചുകുഞ്ഞിൻ്റെ അച്ഛൻ. കൊച്ചുകുഞ്ഞിൻ്റെ അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി, കൊച്ചിയിലെ കൊച്ചലയിൽ തോണി മുങ്ങിപ്പോയി, കണ്ടിരുന്ന ചെമ്പരുന്ത് റാഞ്ചി കൊണ്ടുപോയി, തെക്കൊരു തൈമണലിൽ കൊണ്ടു ചെന്നു വെച്ചേ, കാർത്തികയൻ വളർത്തിയൊരു മൂത്ത മകൾ കാർത്തു, നിന്റെ തോർത്ത വീടെന്നോർത്തു നോക്കടി കാർത്തു, നിന്റെ തോർത്ത ഞാനും കൂർത്ത മുള്ളിൽ കോർത്തോ, കാർത്തു നിന്റെ തോർത്ത വീടെന്നോർത്തു നോക്കടി കാർത്തു. ഇതൊക്കെ പ്രാസം വെച്ചിട്ടുള്ള പാട്ടുകളാണ് ഇതൊക്കെ. വാക്കുകൾ നമുക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ് തോന്നും, പക്ഷെ അതൊന്ന് പാടി നോക്കണം. ഒരു ചെറിയൊരു തെറ്റ് പറ്റിയാൽ കയ്യിൽ പോകും. അതെ, അദ്ദേഹത്തിന് ആ വാക്കുകള് കോർത്തിണക്കി തെറ്റാതെ കൊണ്ടുപോകാനുള്ള ഭയങ്കര ഒരു കഴിവുണ്ടായിരുന്നു. പാട്ടുകളുണ്ട്. അതെ, എല്ലാ പാട്ടിലും തന്നെ അങ്ങനത്തെ ഒരു പ്രത്യേകത. ഈ സിനിമ അഭിനയിച്ച അതിന്റെ ഇടയിൽ പെട്ടെന്ന് വന്നിട്ടുണ്ട് ഈ പാട്ടുകളൊക്കെ പാടിയിട്ട് പോണേ. ഒരു ദിവസമൊക്കെ 12 പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയണേ. നമ്മൾ പലപ്പോഴും പല പ്രാവശ്യമായിട്ട് റെക്കോർഡിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. ചാലക്കുടിലായിട്ടും തൃശ്ശൂരായിട്ടൊക്കെ പോകുമ്പോൾ നമ്മളെയും കൂടി കൊണ്ടുപോകും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. സിനിമയിലെ പാട്ട് കൈകൊട്ടുകളിൽ പാട്ടൊക്കെ ഇല്ലേ, പാട്ട് പാടിയിട്ട് വന്നിട്ട് നമ്മളെ ആളുടെ വണ്ടിയിൽ, ആളുടെ XUV-യിൽ, ആളുടെ പജീറോയിൽ വെച്ചിട്ട് നമ്മൾ കേൾപ്പിച്ചിരും. അത് ചെറിയ സൗണ്ടിലൊന്നല്ല, നല്ല സൗണ്ടിൽ കേൾക്കണം എന്നുള്ളത് പാട്ട്. നല്ല സൗണ്ടിൽ ആ പാട്ട് ഇങ്ങനെ കേൾപ്പിച്ചൊരു ഈ പാട്ടൊക്കെ. ഇപ്പോൾ കാസറ്റ് കൊണ്ടുവന്ന് ഇറങ്ങിയാലും, ഇപ്പം പുതിയൊരു വണ്ടി വാങ്ങിച്ചു വന്നാലും നമ്മളൊക്കെ അമ്മേനൊക്കെ അവിടെ ഉണ്ടെങ്കിൽ കൊണ്ട് കയറ്റി പോയത് എങ്ങനെ ഉണ്ട്, ഞാൻ വാങ്ങിച്ച വണ്ടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കെല്ലാം എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അല്ലെ, ഫാമിലിയോടാണെങ്കിലും നാട്ടുകാരോടാണെങ്കിലും എല്ലാം. സിനിമയിൽ അദ്ദേഹം പാടി അഭിനയിച്ച പാട്ടാണ് കൈകൊട്ടു പെണ്ണെ. അതിന് 2 പരിപാടിയല്ലോ. കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്, കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുന്നൊറ്റുണ്ടായ കല്യാണം, നാദസ്വരം വേണം, തകില് വേണം, പിന്നെ ആശാച്ചേനന്റെ തപ്പു വേണം. നാദസ്വരം വേണം, തകില് വേണം, പിന്നെ ആശാച്ചേനന്റെ തപ്പു വേണം. കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ ഈ സിനിമയുടെ സമയത്തൊരു വിവാദം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നായികയാവാനായിട്ട് ചില നടിമാരൊക്കെ വിസമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ അദ്ദേഹം നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഇതുമായിട്ട് പങ്കുവച്ചിട്ടൊന്നുമില്ല, അങ്ങനെ കാര്യങ്ങളും പറഞ്ഞിട്ടൊന്നുമില്ല. അതെങ്ങനെയാണ് ഇപ്പോഴത്തെ ചാനലുകാരുടെ ഒരു ഹൈപ്പിന് വേണ്ടി കൊടുക്കുന്നതോ എന്നറിയുന്നില്ല. പക്ഷേ എനിക്ക് അത്തരത്തിലുള്ള സംഭവങ്ങളും അദ്ദേഹം സിനിമ ഫീൽഡിൽ അങ്ങനെയുള്ള സങ്കടങ്ങളോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? വളരെയധികം നമ്മളെ എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന, എന്തിനും എതിർത്ത് നിൽക്കുന്ന ഒരാളല്ല. അപ്പോൾ ആളങ്ങനെ ഒരു സങ്കടഭാവം ഒന്നും കാട്ടാറൊന്നുമില്ല. അതെ, പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് വിഷമമൊക്കെ വരാറുണ്ട്, പെട്ടെന്ന് കരയുകയും ചെയ്യും. അങ്ങനത്തെ ഒരാൾ തന്നെ ആണല്ലേ. നിങ്ങൾ ആരെങ്കിലും സിനിമയിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സിനിമയിലേക്ക് വരണമെന്ന് പ്രോത്സാഹനം സ്വന്തമായിട്ട് കഴിവാണ് നമ്മുടെ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നൊരു കാര്യം, എവിടെയായാലും കലാഭവമണിയുടെ പെങ്ങളുടെ മോനെന്ന് പറഞ്ഞൊരു സ്ഥലത്തും അങ്ങനെ ഒരു അഹങ്കാരത്തോടെ നടക്കേണ്ട ആവശ്യമില്ല. കാരണം സ്വന്തമായി കഴിവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്തിപ്പെടാം. ഒരു പ്രാവശ്യം ഞാൻ ചെന്ന് പരിചയപ്പെടുത്താണ്, ഇങ്ങനെ മണിയുടെ പെങ്ങളുടെ മോനുണ്ട്,
നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ അവിടെ വളർന്നു പോവില്ല. കഴിവുണ്ടായാലും മാത്രമാണ്, കഴിവിന് മാത്രമാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടിരുന്നത്. എന്ത് കാര്യത്തിലും കഴിവ് വേണം ഏതിനായാലും. അതെ. അപ്പോൾ സജിത്താണെങ്കിലും ഇപ്പോൾ ഒരുപാട് സ്റ്റേജുകൾ ഒത്തിരി ഇത് തന്നെയാണ്, കലാഭവൻ മണിച്ചേട്ടൻ പാടിയ പാട്ടുകൾ തന്നെയാണ് കൂടുതലും പാടുന്നത്. ഒപ്പം നല്ല അടിച്ചുപൊളി പാട്ടുകളൊക്കെ പാടാറുണ്ട്. എങ്കിലും ഇപ്പോഴും ഇത്രയും സ്വീകാര്യനാവുന്നത് സജിത്തിന് കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലേ? അല്ലാതെ ഒരു രൂപസാദൃശ്യം ഉണ്ടെന്നോ ശബ്ദസാമ്യം ഉണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടൊന്നും നമുക്ക് ഒരു ഫീൽഡിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ സജിത്ത് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അല്ലേ അവിടെ? ഏത് പഞ്ചായത്താണ്? ഞാൻ പാറക്കട് പഞ്ചായത്ത്, എറണാകുളം ജില്ല പാറക്കട് പഞ്ചായത്തിൽ 3-ാം വാർഡിലെ മെമ്പറും കൂടിയാണ്. അപ്പോൾ ഈ ആളുകൾക്കിടയിൽ ഇപ്പം മെമ്പറാകുമ്പോൾ ഒരുപാട് പരിപാടികളിലൊക്കെ പങ്കെടുക്കേണ്ടി വരുമല്ലോ, അവിടെയൊക്കെ പാട്ട് പാടണമെന്ന് ആവശ്യപ്പെടും? ഇപ്പം എവിടെ ചെന്നാലും പഞ്ചായത്തിൽ എന്ത് പരിപാടിക്ക് എന്തായാലും എന്ത് പരിപാടിക്ക് എന്തായാലും എന്നോട് പാട്ട് പാടിപ്പിക്കും. കാരണം ഞാൻ പാടില്ല എന്ന് പറയില്ല. കാരണം മണിമാൻ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ പാട്ടുകൾ ആളുകൾക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം, അവർ സന്തോഷിച്ചോട്ടെ. ഇപ്പം 4 ആൾ 5 ആളായാലും മണിമാൻ്റെ പാട്ട് പാടുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമാണെങ്കിൽ അതാണ് ഏറ്റവും വലുത്. അത് കൂടുതലൊന്നുമില്ല, അത്രയെങ്കിലും തന്നിട്ട് പോയിട്ടില്ലേ. അത് എൻ്റെ തൊണ്ടയിലൂടെ കേൾക്കുമ്പോൾ അവർ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ മണിമാൻ ചിലപ്പോൾ സ്വർഗത്തിൽ നിന്ന് സന്തോഷിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. അമ്മയ്ക്ക് സജിത്ത് പാടുമ്പോൾ സഹോദരൻ്റെ ശബ്ദം തന്നെ കേൾക്കുന്നത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരിക്കും. അമ്മ അവിടെ നിന്ന് കരച്ചിലാണ്, അപ്പുറത്തിരുന്ന് നമുക്ക് അറിയും അമ്മ ഇത് കേൾക്കുമ്പോൾ. ചിലപ്പോൾ സമയത്ത് മോഡുലേഷൻ പോണ സമയത്ത് മണിമാൻ്റെ പോലെ ഇതൊന്നും അമ്മ ഇങ്ങനെ പറഞ്ഞു പറയും. അമ്മയാണ് ഭയങ്കര ഒരു സപ്പോർട്ട് നമുക്ക്. പിന്നെ ഭാര്യ ഫാമിലിയൊക്കെ ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു അല്ലേ? സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഇല്ലാതായി പോകുന്നു, മാമൻ്റെ പേരിൽ മാത്രമാണ് അറിയപ്പെടുന്നത്, അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല, അങ്ങനെ ഒരു അപർഷാബോധമില്ല. അതിലൂടെ അറിയപ്പെടാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹം ഞാനൊരു LP സ്കൂൾ കാലഘട്ടം തുടങ്ങിയ ആൾ സിനിമയിലൊക്കെ വന്നു തുടങ്ങിയ ആൾ, ഫേമസ് ആവാൻ തുടങ്ങി. ആ കാലഘട്ടം തുടങ്ങി മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകനാണ്, സഹോദരിയുടെ മകനാണെന്നുള്ള ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാലം വരെ എത്തിയിട്ടുള്ളത്. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും വീട്ടിൽ പാട്ടൊക്കെ പാടുകയും എൻ്റെ ചേട്ടനടക്കെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ് രഞ്ജിത്ത് കലാഭവൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പിന്നെ ഇളയ മാമൻ RLV രാമകൃഷ്ണൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരി മക്കളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ പാട്ട് പാടുകയും അതുപോലെ തന്നെ അഭിനയിക്കാൻ കഴിവുള്ള ആളുകളൊക്കെ തന്നെയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അവിടെ കൂടാറുണ്ട്. ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഇപ്പോൾ ചാലക്കുടി പള്ളിയിൽ പെരുന്നാൾ, പിന്നെ ആഘോഷം മെയിനുള്ളോ മാമന് ശ്രീ കലാഭവൻ മണിക്ക് മണിമാമന് ആഘോഷം എന്ന് പറഞ്ഞാൽ ഇപ്പം അത് നാട്ടിലെ എന്ത് ആഘോഷമായാലും, പെരുന്നാളായാലും ഉത്സവമായാലും പിന്നെ ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും അതിന് ആൾ നാട്ടിൽ എന്തായാലും ഉണ്ടാവും. നാട്ടുകാരോടൊപ്പം കൂടെ മാത്രമാണ് അദ്ദേഹം ആഘോഷിക്കാറ്. അപ്പം ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടും. പാട്ട് പാടുമ്പോൾ മാമൻ തന്നെ പറയാറുണ്ട്, എൻ്റെ പാട്ട് ആളുകൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഞാൻ മരിച്ചു പോയതിന് ശേഷമായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്നത്. എൻ്റെ പാട്ടില്ലാത്തൊരു വേദി പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ സത്യമല്ലേ? ലോകത്തുള്ള മലയാളികൾ എവിടെയൊക്കെയുണ്ടോ അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ, അസോസിയേഷൻ്റെ എന്ത് പരിപാടി ആയാലും പോലും അദ്ദേഹത്തിൻ്റെ പാട്ടില്ലാത്ത ഒരു പരിപാടി ഇല്ല എന്നതാണ് സത്യം. ഏറ്റവും നല്ലൊരു ഓർമ്മ ഏതാ മാമനൊപ്പമുള്ള? മാമനോടൊപ്പമുള്ള ഓർമ്മകൾ ഒരുപാടെന്ന് പറഞ്ഞാൽ ചെറുപ്പം തുടങ്ങിയെന്ന് വെച്ചാൽ ആൾ അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പട്ടിണി തന്നെയായിരുന്നു. ഇത്രയും 9 മക്കളുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മ, ഞങ്ങളുടെ അപ്പൂപ്പനും അമ്മൂപ്പിയുടെ 9 മക്കൾ, എൻ്റെ അമ്മയടക്കം. അപ്പോൾ പട്ടിണി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി ആൾ നടന്നത്. അപ്പോൾ ആളുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ കലയും കൂടി ഉണ്ടായി. മുമ്പായി കൊച്ചാണ്ട് പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ വയറ് കത്യാലി എൻ്റെ കൊടല് കത്തണുമാ പ്രാണം പടഞ്ഞിട്ട് ദേവേ ഓണം പഴക്കണുമാ അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടച്ഛൻ കൊഞ്ചി പറയാറില്ലേ. ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. ആള് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും ചാലക്കുടി പുഴയിൽ മണൽ വാരാൻ പോയത്, പിന്നെ അത്തരത്തിലുള്ള പിന്നെ എന്ത് പണിക്ക് പോകുന്നു, ഡെക്കറേഷൻ പണിക്ക് പോകുന്നു, പോലീസിനെ സഹായിക്കാൻ വേണ്ടി പോകുന്നു, അതൊക്കെ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അതിലുപരി ആൾ എവിടെ ഉത്സവപ്പറമ്പിൽ എവിടെയൊക്കെ ഉണ്ട് അവസരം തേടിപ്പോയി അവിടെ പ്രോഗ്രാം ചെയ്ത് അങ്ങനെ കലാഭവനിലെത്തി
കലാഭവനിൽ എത്തിയതിനു ശേഷം വീട്ടിലുള്ളവരെ പട്ടിണി മാറ്റുന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അദ്ദേഹം സിനിമയിലും എത്തി. ആള് സിനിമയിൽ എത്തിയപ്പോൾ തന്നെ എന്ത് ജോലിക്ക് പോയാലും ആൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം എന്ത് പണിക്കായാലും ആൾക്ക് പോണേനോ. പക്ഷേ സിനിമയിലൂടെ എത്തിയതിനു ശേഷം പിന്നെ കലയിലൂടെ മാത്രമായിട്ട് പിന്നെ ജീവിതം പോയി. ആളങ്ങനെ ഒരു രീതിയിലേക്ക് വലിയൊരു എന്താ പറയുക, വലിയൊരു പ്രതിഭ തെളിച്ച വലിയൊരു കലാകാരനായി മാറി എന്നുള്ളത്. അദ്ദേഹത്തിന് ചെറിയൊരു അഹങ്കാരനായിരുന്നു. പെങ്ങന്മാരുടെ മക്കളൊക്കെ പാട്ട് പാടുമ്പോൾ അവിടെ ഞങ്ങൾ വലിയ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നത് ഞങ്ങളും കൂടി കയറ്റി പാടിപ്പിക്കും. അപ്പോൾ അവരെ കൂട്ടുകാരന്മാരുടെ അടുത്തൊക്കെ പറയും, പെങ്ങന്മാരുടെ മക്കൾ പാടുന്നത് കേട്ടോടാ, കേട്ട് പഠിച്ചോ എന്ന് പറയും. അതുപോലെ മാമിൻ്റെ അടുത്ത് പല പ്രാവശ്യം ഇങ്ങനെ എനിക്കൊരു ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിലിങ്ങനെ അമ്മ കുടുംബശ്രീയിലുള്ളതാണ്. അപ്പോൾ കുടുംബശ്രീയുടെ ഒരു പരിപാടിക്ക് മണിമാൻ വന്നു വെച്ചാൽ നമ്മൾ ക്ഷണിച്ചിട്ടൊന്നും ഉണ്ടായില്ല. ശാന്ത ആപ്പരല് ഈപ്പരലെന്ന് പറഞ്ഞ പാട്ടുപാടി ഡാൻസ് കളിക്കണമെന്ന് അവിടെ ചാലക്കുടിയിൽ വന്ന് പറഞ്ഞപ്പോൾ ആൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ചെറിയൊരു സ്റ്റേജായിരുന്നു. നമ്മൾ ഒരു ചെറിയൊരു അവിടെ നിന്ന് ആളുകളൊരു 100 പേരുണ്ടാവും. പെട്ടെന്നാണ് മണിമാൻ കയറി വന്നത്. എല്ലാവർക്കും ഭയങ്കര അതിശയം പോലെ ആയിരുന്നു ഉള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് കയറി വന്നപ്പോൾ തന്നെ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ മാങ്കൂയിലും ഞാൻ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്ന്. പാടിയിട്ട് അപ്പോൾ അമ്മയുടെ ഡാൻസും കണ്ടതിന് ശേഷം ആൾ ഭയങ്കര സന്തോഷത്തോടു കൂടി, കാരണം എല്ലാവരും മാമൻ്റെ രീതിയിലേക്ക് മാമൻ്റെ കലയിലൂടെ വരുന്നതിൻ്റെ ഒരു സന്തോഷം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് ഇങ്ങനെയല്ല പാടേണ്ട, പ്രൊണൗൺസിയേഷനൊക്കെ കറക്റ്റാണ്, പക്ഷെ അത് ഈ രീതിയിലും കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാറുണ്ടായിരുന്നു. എന്നുള്ള സമയത്തായാലും പോലും നമ്മളെ പരമാവധി പ്രോഗ്രാമിന് കൈരൽ ചാനലിലെ പരിപാടിക്ക് പ്രോഗ്രാമിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ട് നമ്മൾ അവിടെ പോയിട്ട് മണികിലുക്കം പരിപാടിയിൽ പാട്ട് പാടിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മേനെയും ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. അച്ഛനെ അതുപോലെ നോക്കുന്ന ഒരു അമ്മേനെയും. അതുപോലെ അദ്ദേഹം അസുഖബാധിതമായ സമയത്തൊക്കെ അവരതുപോലെ നോക്കിയിട്ടുണ്ട്. അപ്പം അച്ഛനും അമ്മയ്ക്കും വേണ്ടി അങ്ങനെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. എനിക്ക് ആ പാട്ടുകൾ കേൾക്കാനാണ് കൂടുതലിഷ്ടം. അച്ഛനെ കുറിച്ചൊരു പാട്ട് 4 വരി പാടും. കുഞ്ഞുനാളിലച്ഛൻ പാടിയ നാടൻ പാട്ടുകൾ പാടുമ്പോൾ ഓർമ്മയിൽ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിടും. എൻ മുഖം നോക്കി ചിരിച്ചു കൊണ്ടച്ഛൻ ചൊല്ലിടും, എൻ മണി കുട്ട നീ എൻ്റെ ജീവനാണടാ. കുഞ്ഞുനാളിലച്ഛൻ പാടിയ നാടൻ പാട്ടുകൾ പാടുമ്പോൾ ഓർമ്മയിൽ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിടും. എൻ മുഖം നോക്കി ചിരിച്ചു കൊണ്ടച്ഛൻ ചൊല്ലിടും, എൻ മണി കുട്ട നീ എൻ്റെ ജീവനാണടാ. ഇനി സയത്തിന് പ്രത്യേകിച്ച് ഒരു പുതിയ എന്തെങ്കിലും ഒരു ഡ്രീമുണ്ടോ, ഒരു സ്വപ്നമുണ്ടോ ഈ പാട്ടിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള വേറെ എന്തെങ്കിലും ഒരു പദ്ധതി, എന്തെങ്കിലും ആശയമുണ്ടോ? പദ്ധതി എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ആളുകളിലേക്ക് ഇടങ്ങി ചെന്ന് മണിമാൻ്റെ പാട്ട് പാടാന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. വലിയ പ്രോഗ്രാമുകൾ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പ്രോഗ്രാമിലൂടെ മണിമാൻ്റെ പാട്ട് പാടിയിട്ട് തന്നെ ജീവിക്കണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി നമുക്ക് എന്നെ നിയോഗിച്ച് പോയിട്ട് പോലെ എനിക്ക് തോന്നുന്നത് ചില സമയത്തൊക്കെ മണിമാൻ്റെ പാട്ട് പാടാൻ വേണ്ടിയിട്ട്. പലരും കേരളത്തിൽ അങ്ങോളം കുറേ കലാകാരന്മാർ മണിമാൻ്റെ അതേ സൗണ്ടിൽ പാട്ട് പാടുന്ന ആളുകളുണ്ട് കേട്ടോ. കുറേ പേരുണ്ട് മണിമാൻ്റെ അതേ രൂപത്തിൽ പാട്ട് പാടുന്ന ആൾ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, അതേ രൂപത്തിലല്ലേ പാട്ട് പാടുന്നത്. നമ്മൾ ചിലപ്പോൾ മേക്കപ്പൊക്കെ ഇട്ട് ഇതൊക്കെ ഫിഗറൊക്കെ സെറ്റ് ചെയ്തൊക്കെ ചിലപ്പോൾ പോയാൽ അങ്ങനെ ആയിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, നമ്മളത് നമ്മുടേതായ ഒരു ശൈലിയിലാണ് പോയിട്ട് മണിമാൻ്റെ പാട്ട് പാടി. എനിക്ക് കുറച്ച് നാൾ മുമ്പെന്ന് വെച്ചാൽ എൻ്റെ ഒരു നിയോഗം മണിമാൻ്റെ പാട്ട് പാടി ആളുകളെ സന്തോഷിപ്പിക്കാവുന്ന ഒരു നിയോഗമായിരുന്നു. ഇപ്പം എന്നിലേക്ക് കടന്നു വന്ന് വേറൊരു നിയോഗം കൂടി എത്തിച്ചേർന്നതാണ്. കാരണം മണിമാവനും ഈ ജനസേവനം എന്ന് പറഞ്ഞ വലിയൊരു മനസ്സിൽ അദ്ദേഹം കൊണ്ടു നടന്നതാണ് ഇത് ജനസേവനം. കാരണം അദ്ദേഹം പല ആളുകളെ അവിടെ മുനിസിപ്പാലിറ്റിയിൽ ആളുടെ ഇതിൽ നിർത്തിപ്പിച്ച് ജയിപ്പിച്ചിട്ട് മണിമാവൻ പല കാര്യങ്ങളും അവിടെ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ എനിക്കും എൻ്റെ പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ ഞാനും നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തി നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ഒരു ആഗ്രഹമുള്ളൊരു ആളും കൂടിയാണ്. ഓക്കെ, സഹിത്തിൻ്റെ ആഗ്രഹം പോലെല്ലാം നടക്കട്ടെ. കലാഭവൻ മണി എന്ന് പറയുന്ന അനശ്വര കലാകാരൻ, അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ 10 വർഷത്തിലധികമായി.
പക്ഷേ ഈ 10 വർഷങ്ങളിലും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേൾക്കാത്ത, ഒന്ന് മൂളാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല എന്നതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് സജിത്ത് വന്നതിലും ഇത്രയും ഓർമ്മകളൊക്കെ പങ്കുവെച്ചതിലും ഒരുപാട് നന്ദി. അവസാനമായിട്ട് ഒരു പാട്ടുകൂടി പാടിക്കൊണ്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ഒരു പാട്ട് കൂടി പാടാം. ഈ അമ്മേനെ കുറിച്ച് വന്ന ഒരു പാട്ട് പാടുന്നത്, ആ പാട്ട് പാടാം. ചാഞ്ചക്കൻ ചാഞ്ചക്കൻ രാരാരു, ചാഞ്ചക്കൻ ചാഞ്ചക്കൻ രാരാരു രാരാരു, പണ്ടമ്മ തലോടുമ്പോ തൈമണി കാറ്റുപോലെ താരാട്ടു പാടുമ്പോ അമ്മതൻ ഓർമ്മയാണേ. പണ്ടമ്മ തലോടുമ്പോ തൈമണി കാറ്റുപോലെ താരാട്ടു പാടുമ്പോ അമ്മതൻ ഓർമ്മയാണേ. അമ്മതൻ സ്നേഹമാണേ എന്നും എൻ്റോണ സദ്യ. അമ്മതൻ സ്നേഹമാണേ എന്നും എൻ്റോണ സദ്യ. ചാഞ്ചക്കൻ ചാഞ്ചക്കൻ രാരാരു, ചാഞ്ചക്കൻ ചാഞ്ചക്കൻ ചാഞ്ചുറങ്ങ് ചാഞ്ചുറങ്ങ്, പാട്ടുപാടി തരും അമ്മ ഓണനിലാവാണെൻ്റെ അമ്മ. അമ്മ ചിരിക്കണ നാട്ടുവട്ടം കണ്ട് പൊന്നോണം പോലും നാണം കൊള്ളും. ചാഞ്ചക്കൻ ചാഞ്ചക്കൻ രാരാരു, ചാഞ്ചക്കൻ ചാഞ്ചക്കൻ ചാഞ്ചുറങ്ങ് 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 ചാഞ്ചുറങ്ങ്.